നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാവുന്നത് എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം എപ്പോൾ ആരംഭിക്കും? മോത്തി റൂറൽ SP അടക്കമുള്ളവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. ഈ കുടുംബം ആദ്യം തൊട്ടേ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അവർ പറയുന്നത് ഇത് സമാധി എന്നുള്ളൊരു വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇത് സ്വാഭാവിക മരണമെന്നോ അല്ലെങ്കിൽ മരണമെന്നോ പോലുമുള്ള വാക്ക് കുടുംബം ഇതുവരെയും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സമാധി ഇരുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വ്യക്തതയൊക്കെ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഒരു ശാസ്ത്രീയ അടിത്തറ പകരുന്നതാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ. എങ്ങനെയാണ് മരണം സംഭവിച്ചിട്ടുണ്ടാവുക, അത് സ്വാഭാവിക മരണമാണോ അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പൊതുസമൂഹത്തിനും അതേപോലെ തന്നെ സ്റ്റേറ്റിനും കടമയുണ്ട്. ആ കടമയിലേക്ക് കടക്കുന്നതിൻ്റെ ശാസ്ത്രീയ അടിത്തറ പാകലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ പുരോഗമിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ടും ഇന്നോടുകൂടി തന്നെ പുറത്ത് വരും എന്നുള്ളതാണ്. ശാസ്ത്രീയമായ കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിലും പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ആദ്യമേ അറിയേണ്ടത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. അതിൽ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ, കുടുംബം പറയുന്നത് സ്വാമി തന്നെ പോയി പത്മപീഠക്കല്ലിൽ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഈ നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം കിടപ്പിലായ വ്യക്തി എങ്ങനെ പത്മപീഠക്കല്ലിൽ പോയി ഇരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ. അതേപോലെ തന്നെ കുടുംബം ഒരിക്കലും ഈ മരണം എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല, മറിച്ച് ഈ സമാധി എന്നുള്ള വാക്കിലാണ്. സ്വയം സമാധിയായി എന്ന് പറയുമ്പോഴും കുടുംബത്തിൻ്റെ ചില മൊഴിയിലെ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഏറ്റവും നിർണായകമാകുന്നതും അതേപോലെ തന്നെ നാട്ടുകാർക്ക് സംശയം ജനിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഇത് ഒരു മാൻ മിസ്സിംഗ് കേസ് അഥവാ മനുഷ്യനെ കാണാനില്ല തുടങ്ങിയ തരത്തിലുള്ള ഒരു കേസിലേക്ക് തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ സമാധി മണ്ഡപം പൊളിക്കുകയും ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ മൃതദേഹം ഇവിടെ എത്തുമ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ അടിത്തറ പടരേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ആ മരണം സംഭവിച്ചിട്ടുണ്ടാവുക, സ്വാഭാവിക മരണമാണോ, ഇനി അഥവാ അല്ല എങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ജീവനോടുകൂടി തന്നെയാണോ ഇത്തരത്തിൽ സമാധി കല്ലറയിൽ വെച്ചത് തുടങ്ങിയ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ ഇൻക്വസ്റ്റ് റൂമിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ മൃതദേഹം കയറ്റിയിട്ടുള്ളത്. തുടർന്ന് ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ നാട്ടുകാർക്കുണ്ടായിരുന്ന സംശയം, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ സംശയം, ഇതിനൊക്കെ ഒരു ദുരൂഹം, ഈ ദുരൂഹത മാറേണ്ടതുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട്. അത് ഇപ്പോൾ എന്തായാലും തീരുമാനമാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അഥവാ സ്വാഭാവിക മരണമല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നതിന് ശാസ്ത്രീയമായ അടിത്തറ പാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നത്. നമുക്ക് മുൻ അറിയാവുന്നതുപോലെ തന്നെ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യമുണ്ടായിരുന്നു, ഈ മരണം മറ്റാരെങ്കിലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ, ഡോക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ അങ്ങനെ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കുടുംബത്തിന് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരണപ്പെട്ടതല്ല എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് കുടുംബം അപ്പോഴും നിന്നത്. കുടുംബവും 2 മക്കളും രണ്ടവസ്ഥകളാണ് ഉള്ളത്, ഒന്ന് ജീവനോടെയുള്ള അവസ്ഥയും ഒന്ന് മരിച്ചിട്ടുള്ളതും. അപ്പോൾ മരണമല്ല എന്ന് എങ്ങനെയാണ് പറയാനാവുക? അത് സമാധിയായാലും മറ്റെന്ത് തന്നെ ആയാലും മരണമാണ് എന്നതാണ് സത്യം. മരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിലെ ദുരൂഹത എന്നത് നീക്കുക എന്നാണ് ഇനിയുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഏതായാലും നിയമത്തിന്റെ ഇടപെടലോടുകൂടി, കോടതിയുടെ ഇടപെടലോടുകൂടി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതിനുശേഷമായിരിക്കും ഇതിലെ വ്യക്തതയിലേക്ക് നമ്മൾ വരിക.